എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് പുറത്തു പോയ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ സ്ഥിരം അടുക്കള വിട്ടിട്ട് പുറത്തോട്ട് പോയി. പുറത്തോട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. കാരണം ഇത് കമ്പനിയിൽ നിന്ന് ഒരു കൂപ്പൺ കിട്ടിയതാണ് പോത്തീസിലേക്ക്. അപ്പോൾ അതെടുക്കാനായിട്ട് പോകണ വഴിയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായി ഡോമിനോസിൻ്റെ പിസ്സയിൽ പോകണമെന്നും പറഞ്ഞിട്ട് ഡോമിനോസിൻ്റെ പിസ്സ വാങ്ങിക്കണമെന്ന് പറഞ്ഞു കൊണ്ടിട്ട് പുത്രൻ അവിടെ കട്ടായം പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഭിരാമിയുടെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ പത്തടിപ്പാലം. പത്തടിപ്പാലം എന്നാണ് തോന്നണം സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ അഭിരാമിക്ക് നേരെ ഓപ്പോസിറ്റാണ് ഈ ഡോമിനോസ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ പിസ്സ കഴിക്കണമെന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങിയേക്കണത്. എൻ്റെ മക്കളെ ചെന്നിരുന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞ പിന്നെ ഇത് കിട്ടിയത്. 2 മണിക്കൂറാണ് നമ്മുടെ ബില്ലിൽ തന്നേച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അവരത് ഉണ്ടാക്കിയിട്ടൊക്കെ വേണമായിരുന്നു തോന്നുന്നു. ഇരുന്നിരുന്ന് വേര് മുളച്ചെന്ന് പറയാം. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് വേഗം പോകണം. കാരണം നമ്മൾ ഈ പോത്തീസിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയണേ, ഇത്തിരി നേരം പിടിച്ച് വേണം ഈ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കിയെടുക്കണമെങ്കിൽ തന്നെ. അപ്പോൾ അതുകൊണ്ടിട്ട് വേഗം പോകാമെന്നൊക്കെ പറഞ്ഞിറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു കുരുക്കിപ്പെട്ടത്. അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ മസാല ദോശ കഴിക്കാൻ പോകാനായിട്ട്. സത്യം പറഞ്ഞ ചേട്ടന് ശല്യമാവും കേട്ടോ. കാരണം എന്നെയും പുത്രനെയും കൊണ്ട് പോയാൽ ഹോട്ടലുകൾ കയറി ഇറങ്ങാൻ ഇതിന് നേരം ഉണ്ടാവുള്ളൂ. കാരണം അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ വിശപ്പ് തുടങ്ങും. എനിക്കും യാത്ര പോകുമ്പോൾ ഭയങ്കര വിശപ്പാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഹോട്ടലുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര വിശപ്പാണ്. ഇല്ല കേട്ടോ, ചേട്ടൻ മേടിച്ച് തരും കേട്ടോ. അറിയാം എവിടെയെങ്കിലും പോണത് ഇതിനാണെന്ന് അറിയാം. ഈ ഉരുക്കുമുഷ്ടികൾ ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന കൈകളാണിട്ടത്, പാവം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അഭിരാമിയിൽ വന്നിട്ടാ. അഭിരാമിയിൽ വന്നിട്ട് നമ്മൾ മസാല ദോശ കഴിച്ചു. അപ്പോൾ പുത്രന് എന്താണ് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അവിടുത്തെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഐസ്ക്രീമും കഴിച്ചിട്ടാ. അപ്പോൾ ഇവിടുത്തെ മസാല ദോശ ഒരു പ്രത്യേകമാണ് കേട്ടോ. ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞപ്പോൾ, നിശ്ചയം കഴിഞ്ഞപ്പോൾ തുടങ്ങി ഞങ്ങൾ ഇവിടെ വന്ന് കഴിക്കാറുണ്ടായിരുന്നു. അതൊരു നല്ല എന്തോ, എനിക്ക് വേറെ എവിടെ പോണതിനേക്കാളും ഇഷ്ടം ഇവിടുത്തെ മസാല ദോശ. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ സീറ്റും ഉണ്ട് കേട്ടോ. അത് ആ സ്ഥിരം സീറ്റിൽ എപ്പോഴും ഇരിക്കാറുള്ളൂ കേട്ടോ ഞങ്ങൾ. അതൊക്കെ ഞങ്ങളെപ്പോൾ എന്നാൽ ആ സീറ്റ് അങ്ങനെ ഒഴിഞ്ഞെടുക്കണ്ടാവും. ഇതുവരെ ഞങ്ങൾ ഒരു പ്രാവശ്യമായിട്ടേ മാറിയിരുന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സീറ്റിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒപ്പം വട ഉണ്ടായിരുന്നു കേട്ടോ. വട, മസാല ദോശ, പിന്നെ പുതിന ചട്നി, പിന്നെ സാധാരണ നമ്മുടെ തേങ്ങാ ചമ്മന്തി, പിന്നെ എന്താണ് സാമ്പാർ, ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. പിന്നെ വടയുണ്ട് കേട്ടോ. വട നമ്മൾ ചോദിക്കാതെ തന്നെയൊക്കെ തരും കേട്ടോ. അപ്പോൾ ഈ എന്തായിരുന്നു സാമ്പാറുണ്ടല്ലോ, സാമ്പാർ ഞാനങ്ങനെ കഴിക്കാറില്ല കേട്ടോ. കാരണം എനിക്കെന്തോ പുറത്തെ സാമ്പാർ ഇഷ്ടമല്ല, കടകളിലെ സാമ്പാർ എനിക്കിഷ്ടമല്ല. സാമ്പാർ ഞാൻ തന്നെ വെക്കണ സാമ്പാർ എനിക്കിഷ്ടം. വെരി ടേസ്റ്റി. എൻ്റെ കൈപ്പുണ്യം ഞാൻ തന്നെ വീഴ്ത്തണ്ടേ. ഞാൻ വെക്കണ സാമ്പാറാണ് എനിക്ക് കൂടുതലിഷ്ടം. അല്ലെങ്കിൽ പിന്നെ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ സാമ്പാർ, അത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ, അതായത് നമ്മുടെ വീടുകളിലൊക്കെ വെക്കണ സാമ്പാറാണ് എനിക്കിഷ്ടം. കടകളിലെ സാമ്പാറിന് എനിക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം അതിൽ ഈ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ മുമ്പിൽ നിൽക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ കഴിക്കാറില്ല. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞൂടെ എന്താണ് തുണി എടുക്കാനായിട്ട് വന്ന്. അപ്പോൾ പക്ഷേ അവിടെ മുട്ടത്തിരക്കാനായിട്ടോ. ഇത് കല്യാണ സാരിയുടെ സെക്ഷനാണ്. അവിടെ മാത്രമേ തിരക്കില്ലാതുള്ളൂ. ബാക്കി എല്ലായിടവും സൂചി കുത്താൻ ഇടമില്ലാത്ത ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ കുറച്ച് പേപ്പർ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്നിരുന്നതാണ്. അപ്പോൾ അവിടെ തിരക്കില്ലാത്തത് കൊണ്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കുറേ നേരം നമ്മുടെ എടുത്ത ഡ്രസ്സുകളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വരാനായിട്ട് നമുക്കൊരു അരമണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ വന്നിരുന്നു. അവിടെ ഇരിക്കുന്ന സാരിയൊക്കെ കാണിക്കാമെന്നൊക്കെ വെച്ച് എല്ലാം കാണുമ്പോൾ മേടിക്കണമെന്നൊക്കെ തോന്നും കേട്ടോ. എൻ്റെ ഈ ചാനലൊന്ന് വികസിച്ച് പടർന്ന് പന്തലിച്ച് എന്താണ് അതിൽ നിന്ന് കുറേ പൈസയൊക്കെ കിട്ടിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് എടുക്കാനായിട്ട്. അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. എല്ലാവരും കൂടി ഈ വീഡിയോ ഒക്കെ കണ്ട് പ്രോത്സാഹിപ്പിക്കും.
അപ്പോൾ അതേ നല്ല നല്ല ഭംഗിയല്ലേ കാണണോട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരികളൊക്കെ കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഉടുക്കാനൊക്കെ നല്ല അതായത് നല്ല ഫ്ലീറ്റൊക്കെ എടുക്കാൻ നല്ല എന്താ പറയണത്, കനം കുറഞ്ഞ സാരികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സാരിയാണ്. നല്ല ഫ്ലീറ്റൊക്കെ എടുത്താൽ നല്ല ഭംഗിയായിട്ട് കിടക്കണ പോലത്തെ. ഞാൻ അവിടെ ഇരുന്നേച്ചതൊക്കെ നോക്കി കേട്ടോ. മടക്കി വെച്ചേക്കണായിരുന്നു, എന്നാലും ഞാൻ ഒന്ന് ഇങ്ങനെ ഭംഗിയൊന്ന് തൊട്ടൊക്കെ നോക്കി, താലോലിച്ചൊക്കെ നോക്കി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഡ്രസ്സ്, അപ്പോൾ ഡ്രസ്സ് കിട്ടണമെങ്കിൽ അവിടെ പോയി ഒരാൾ നിൽക്കണം. അപ്പോൾ ചേട്ടൻ അവിടെ പോയി നിന്ന് ഞാനും പുത്രനും കൂടി ഇവിടെ നിന്ന്. അപ്പോൾ ആ വിരിച്ചിട്ട് പച്ചയും ബ്ലാക്കല്ല, അത് ഒരുതരം കാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് മക്കളെ. എപ്പോഴാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 9:30 ആയിട്ടാ, 10 മണിയൊക്കെ ആവാറായി. അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ചെമ്പിൽ നിന്ന് വാങ്ങിച്ച ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണി എനിക്ക് തോന്നിയേക്കണതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയേക്കണത് നമ്മുടെ ചെമ്പിലെ ബിരിയാണി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുക, കണ്ട് പ്രോത്സാഹിപ്പിക്കുക, സഹകരിക്കുക.